അമ്മ ഇന്നൊരു അട ഉണ്ടാക്കാൻ പോവാണ്. അത് അമ്മ ഉണ്ടാക്കുന്നത് അരിപ്പൊടിയുടെ അടയാ. അതിനകത്ത് അമ്മ അവലും ശർക്കരയും തേങ്ങായും കൂടെ വെച്ചുള്ളൊരു അടയാ. അതിനുവേണ്ടി നമുക്ക് ഒരു 250 ഗ്രാമിന്റെ ഒരു കപ്പായത്. അതിനൊരു കപ്പ് ശർക്കര, അത് നമുക്കൊന്ന് ഉരുക്കാം. അതൊന്ന് ഉരുകട്ടെ. ഇതിനകത്ത് കല്ലോ വല്ലോ ഉണ്ടെങ്കിൽ നമുക്ക് ഉരുക്കി ഒഴിച്ചിട്ട് ഇതിനകത്തോട്ട് തേങ്ങായും അവലും എല്ലാം കൂടെ നമുക്കിട്ട് അതിനൊരു മിക്സ് കൂട്ടിയെടുക്കാം. ചക്കരയെല്ലാം ഉരുകി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചിട്ടിത് ആനയാക്കാം. ഇതരിച്ച് കല്ലോ മണ്ണോ പുളിയോ എല്ലാം ഉണ്ടെങ്കിൽ കണ്ടോ, ഇത്രയും അഴുക്ക് കിട്ടി നമുക്കിതിനകത്ത്. കണ്ടോ, തിളക്കട്ടെ. നല്ലതായിട്ട് തിളച്ചിട്ട് നമുക്ക് അവലും തേങ്ങായും എല്ലാം കൂടി ഇതിനകത്ത് ഇട്ട് വേണം ഇങ്ങനെ വെള്ളം എടുത്തിട്ട്. അമ്മ ഇതിന് 250 മില്ലിയുടെ ഒരു പാത്രം ഇത് എടുത്തിട്ടുണ്ട്, കപ്പ്. അതിന് 2 കപ്പ് അവലാണ് അമ്മ ഇടുന്നത്. നമുക്കിനി ഇടാം. ഇതിന് 1 കപ്പും കൂടെ വേണം. 2 ഇട്ടു. പിന്നെ 1.25 മുറി തേങ്ങ അമ്മ എടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിനകത്തോട്ടിടാം. ഏലക്ക പൊടിച്ചത്, ഈ 1 സ്പൂണിന് ജീരകം പൊടിച്ചത് മിക്സാക്കി എടുക്കാം. ഇങ്ങനെ ഇളക്കി പറ്റിച്ച് ശർക്കരയും എല്ലാം കൂടെ കണ്ട് നല്ല മിക്സായിട്ട് വരുന്നുണ്ട്. നല്ലതായിട്ട് ഇളക്കി നമ്മൾ നനച്ച പോലായി. നമ്മൾ തേങ്ങയൊക്കെ പച്ചയ്ക്ക് അടയ്ക്ക് ഇടത്തില്ലയോ, ശർക്കരയും ചീകിയിട്ട് അതുപോലെ തന്നെ ആയി. നിർത്തിയിട്ട് നമുക്ക് അരിപ്പൊടി വാട്ടിക്കുഴയ്ക്കാം. മതി, ഇത് മതി. കവർ അരിപ്പൊടി എടുത്തേക്കുന്ന പുഞ്ച അരിപ്പൊടിയാണ്, കുട്ടനാട്ടിലെ അരിപ്പൊടിയായത് അമ്മ എടുത്തിരിക്കുന്നത്. നമുക്കിനി ഇതൊന്ന് കുടഞ്ഞിടാം, അതിനകത്തോട്ട് വാട്ടിക്കുഴയ്ക്കാം. ഉപ്പുപൊടി ഇടാം. ഉപ്പിട്ടതായിരുന്നു ആവശ്യത്തിന്, അതൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. നമുക്ക് തിളച്ച വെള്ളത്തിലാണ് ഇത് വാട്ടിക്കുഴയ്ക്കേണ്ടത്. അത് നമ്മുടെ അട ശരിയാത്തുള്ളൂ. പച്ചവെള്ളത്തിൽ കുഴച്ചാൽ അഴുക്കാം. ചൂടായതുകൊണ്ട് കൈ കൊണ്ട് ഇളക്കാനൊക്കത്തില്ല. നമ്മൾ തവിയോ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ ഇളക്കി കുഴച്ചിട്ട് പിന്നെ നമുക്കത് കൈ കൊണ്ട് ഇതൊന്ന് ഇച്ചിരി തണുക്കിട്ട് നമുക്ക് കൈ കൊണ്ട് ചൊവ്വിന് കുഴച്ചെടുക്കാം. ഇത് ഇപ്പം ചൂടാറി നമ്മൾ കൈ വെച്ചിളക്കി കുഴയ്ക്കുവാണേ.
നമുക്കിത് പരത്താം. അതിനായിട്ട് അമ്മ വാഴയിലയൊക്കെ റെഡിയാക്കി വെച്ചേക്കുവാണ്. വാഴയില പറിച്ചു കഴുകി തുടച്ച് നല്ല വൃത്തിക്ക് വെച്ചേക്കുവാണ്. ഇനി നമുക്ക് ഒരുണ്ട മാവെടുത്ത് ഇതിലോട്ട് പരത്താം. ഇങ്ങനെ രണ്ട് സൈഡിലും തള്ളി തള്ളി കൊടുക്കണം. കയ്യിൽ ഇച്ചിരി വെള്ളം തൊട്ട് കൊടുക്കാമെങ്കിൽ കയ്യെ പിടിക്കത്തില്ല. നല്ലതായിട്ട് നമുക്കിങ്ങനെ എടുക്കാം, പരത്തിയെടുക്കാം. നമുക്ക് ഇപ്പൊ ഉണ്ടാക്കി അവലും തേങ്ങാപ്പീരയും ശർക്കരയും എല്ലാം കൂടെ കൂട്ടി വെക്കാം. നമുക്ക് ഇങ്ങോട്ടെടുത്ത് മടക്കി അരിപ്പാത്രത്തിലോട്ടങ്ങ് വെക്കാം. വെള്ളം തിളച്ച് ആവിയൊക്കെ വന്നിരിക്കുക. അതിലേക്ക് അമ്മ വെച്ചു കൊടുത്തു. ഇനി ഓരോന്നായിട്ട് ഇതുപോലെ നമുക്ക് ചെയ്യാം. ഒരു വലിയ ഉരുള എടുത്ത് വെച്ചിട്ട് കൈ ഒന്ന് നനച്ച് നമ്മൾ രണ്ട് സൈഡിലോട്ടും തിരിച്ചും മറിച്ചും ഇങ്ങനെ പരത്തി കൊടുക്കണം. നമ്മുടെ ഫില്ലിങ് അകത്ത് വെച്ച് കൊടുത്തു. എന്നിട്ട് ഇനി ഇത് നമ്മൾ മടക്കും. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു പലഹാരമാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വേവിക്കാം, എന്നിട്ട് അമ്മ കാണിക്കാം. ആവിയിൽ വേകട്ടെ. അട വെന്തോ നോക്കാം. നമ്മുടെ അട വെന്ത് നമുക്കിനി ഇതൊന്ന് എടുക്കാം. എടുത്ത് പ്ലേറ്റിലോട്ട് വെക്കാം. നമുക്ക് ഇതൊന്ന് എടുത്ത് നോക്കാം. നമ്മുടെ അട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാമേ. ഇതെങ്ങനെ ആയിട്ടുണ്ടെന്ന് നമ്മൾ കാണിച്ചു തരാം. ഞങ്ങളുടെ കുഞ്ഞാണെങ്കിൽ ഒരു പടം വരച്ചേ. എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണേ. അമ്മയെക്കുട്ടി വരച്ചാണേ. സൺഫ്ലവറാ വരച്ചേ കുഞ്ഞ്. അമ്മയുടെ അടയൊന്ന് മുറിച്ച് നല്ലൊരു അപ്പമാണ്. നല്ല മണവും രുചിയുണ്ട്. ഇത് തിന്നാൻ തോന്നുന്നുണ്ട്. അവലൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നമ്മൾ അല്ലാതെ നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ അവല് കഴിക്കണമെന്നില്ല. ഇങ്ങനെ നമ്മൾ അപ്പത്തിന്റെ അകത്ത് വെച്ച് കൊടുക്കുമ്പോൾ തേങ്ങാപ്പീര ഇരിക്കുന്ന പോലെ ഉള്ളൂ. രുചിയിലും വ്യത്യാസമൊന്നും പ്രത്യേകിച്ചില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അമ്മ ഒരു മുറി എടുത്ത് ഇച്ചിരി മുറിച്ച് തിന്നു. നല്ല സ്വാദാണ്, നല്ല രുചിയാണ്. എല്ലാവരും ഇതുപോലെ ചെയ്യണം. അതുപോലെ തന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞങ്ങളുടെ കുഞ്ഞിന്റെ പൂവ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് അവളെ സപ്പോർട്ട് ചെയ്യണേ. ബായ്. അമ്മ ഇന്നൊരു അട ഉണ്ടാക്കാൻ പോവാണ്. അത് നമ്മൾ അമ്മ ഉണ്ടാക്കുന്നത് പിന്നെ അരിപ്പൊടിയുടെ അടയാ. അതിനകത്ത് അമ്മ പിന്നെ അവലും ശർക്കരയും തേങ്ങായും കൂടെ വെച്ചുള്ളൊരു അടയാ. അതിനുവേണ്ടി നമുക്ക് ഒരു 250 ഗ്രാമിന്റെ ഒരു കപ്പായത്. അതിനൊരു കപ്പ് ശർക്കര. അത് നമുക്കൊന്ന് ഉരുക്കാം. അതൊന്ന് ഉരുകട്ടെ. ഇതിനകത്ത് കല്ലോ വല്ലോ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഉരുക്കി ഒഴിച്ചിട്ട് ഇതിനകത്തോട്ട് തേങ്ങായും അവലും എല്ലാം കൂടെ നമുക്കിട്ട് അതിനൊരു മിക്സ് കൂട്ടിയെടുക്കാം. ചക്കരയെല്ലാം ഉരുകി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചിട്ടിത് ആനയാക്കാം. ഇതരിച്ച്
കല്ലോ മണ്ണോ പുളിയോ എല്ലാം ഉണ്ടെങ്കിൽ കണ്ടോ ഇത്രയും അഴുക്ക് കിട്ടി നമുക്ക് ഇതിനകത്ത് കണ്ടോ കളഞ്ഞ് തിളക്കട്ടെ നല്ലതായിട്ട് തിളച്ചിട്ട് നമുക്ക് അവലും തേങ്ങായും എല്ലാം കൂടി ഇതിനകത്ത് ഇട്ട് വേണം ഇങ്ങനെ വെള്ളം എടുത്ത് അമ്മ ഇതിന് 250 മില്ലിയുടെ ഒരു പാത്രം ഇത് എടുത്തിട്ടുണ്ട് കപ്പ് അതിന് 2 കപ്പ് അവലാണ് അമ്മ ഇടുന്നത് നമുക്കിനി ഇടാം ഇതിന് 1 കപ്പും കൂടെ വേണം എടുത്തോണ്ട് 2 ഇട്ടു പിന്നെ 1.25 മുറി തേങ്ങ അമ്മ എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിനകത്തോട്ട് ഇടാം ഏലക്ക പൊടിച്ചത് ഈ 1 സ്പൂണിന് ജീരകം പൊടിച്ചത് മിക്സാക്കി എടുക്കാം ഇങ്ങനെ ഇളക്കി പറ്റിച്ച് ശർക്കരയും എല്ലാം കൂടെ കണ്ട് നല്ല മിക്സായിട്ട് വരുന്നുണ്ട് നല്ലതായിട്ട് ഇളക്കി നമ്മൾ നനച്ച പോലായി നമ്മൾ തേങ്ങയൊക്കെ പച്ചയ്ക്ക് അടയ്ക്ക് ഇങ്ങനെയിടത്തില്ലയോ ശർക്കരയും ചീകിയിട്ട് അതുപോലെ തന്നെ ആയി എടുത്തിട്ട് നമുക്ക് അരിപ്പൊടി വാട്ടിക്കുഴയ്ക്കാം മതി ഇത് മതി ഒരു കവർ അരിപ്പൊടി എടുത്തേക്കുന്ന പുഞ്ച അരിപ്പൊടിയാണ് കുട്ടനാട്ടിലെ അരിപ്പൊടിയായത് അമ്മ എടുത്തിരിക്കുന്നത് നമുക്കിനി ഇതൊന്ന് കുടഞ്ഞിടാം അതിനകത്തോട്ട് വാട്ടിക്കുഴയ്ക്കാം ഇഞ്ച് ഉപ്പുപൊടി ഇടാം ഉപ്പിട്ടതായിരുന്നു ആവശ്യത്തിന് അതൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം നമുക്ക് തിളച്ച വെള്ളത്തിലാണ് ഇത് വാട്ടിക്കുഴയ്ക്കേണ്ടത് അത് നമ്മുടെ അട ശരിയാത്തുള്ളൂ പച്ചവെള്ളത്തിൽ കുഴച്ചാൽ അഴുക്കാം ചൂടായതുകൊണ്ട് കൈ കൊണ്ട് ഇളക്കാനൊക്കത്തില്ല നമ്മൾ തവിയോ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ ഇളക്കി കുഴച്ചിട്ട് പിന്നെ നമുക്കത് കൈ കൊണ്ട് ഇതൊന്ന് ഇച്ചിരി തണുക്കിട്ട് നമുക്ക് കൈ കൊണ്ട് ചൊവ്വിന് കുഴച്ചെടുക്കാം ഇത് ഇപ്പം ചൂടാറി നമ്മൾ കൈ വെച്ചിളക്കി കുഴയ്ക്കുവാണേ നമുക്കിത് പരത്താം അതിനായിട്ട് അമ്മ വാഴയിലയൊക്കെ റെഡിയാക്കി വെച്ചേക്കുവാണ് വാഴയില പറിച്ചു കഴുകി തുടച്ച് നല്ല വൃത്തിക്ക് വെച്ചേക്കുവാണ് ഇനി നമുക്ക് ഒരുണ്ട മാവെടുത്ത് ഇതിലോട്ട് പരത്താം ഇങ്ങനെ 2 സൈഡിലും തള്ളി തള്ളി കൊടുക്കണം കയ്യിൽ ഇച്ചിരി വെള്ളം തൊട്ട് കൊടുക്കാമെങ്കിൽ കയ്യെ പിടിക്കത്തില്ല നല്ലതായിട്ട് നമുക്കിങ്ങനെ എടുക്കാം പരത്തിയെടുക്കാം നമുക്ക് ഇപ്പൊ ഉണ്ടാക്കിയ അവലും തേങ്ങാപ്പീരയും ശർക്കരയും എല്ലാം കൂടെ കൂട്ടി വെക്കാം നമുക്ക് ഇങ്ങോട്ടെടുത്ത് മടക്കി അരിപ്പാത്രത്തിലോട്ടങ്ങ് വെക്കുന്നത് വെള്ളം തിളച്ച് ആവിയൊക്കെ വന്നിരിക്കുക അതിലേക്ക് അമ്മ വെച്ചു കൊടുത്തു
ഇനി ഓരോന്നായിട്ട് ഇതുപോലെ നമുക്ക് ചെയ്യാം. ഒരു വലിയ ഉരുള എടുത്ത് വെച്ചിട്ട് കൈ ഒന്ന് നനച്ച് നമ്മൾ രണ്ട് സൈഡിലോട്ടും തിരിച്ചും മറിച്ചും ഇങ്ങനെ പരത്തി കൊടുക്കണം. നമ്മുടെ ഫില്ലിങ് അകത്ത് വെച്ച് കൊടുത്തു. എന്നിട്ട് ഇനി ഇത് നമ്മൾ മടക്കും. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു പലഹാരമാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വേവിക്കാം, എന്നിട്ട് അമ്മ കാണിക്കാം. ആവിയിൽ വേകട്ടെ. അട വെന്തോ നോക്കാം. നമ്മുടെ അട വെന്ത് നമുക്കിനി ഇതൊന്ന് എടുക്കാം. എടുത്ത് പ്ലേറ്റിലോട്ട് വെക്കാം. നമുക്ക് ഇതൊന്ന് എടുത്ത് നോക്കാം. നമ്മുടെ അട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാമേ. ഇതെങ്ങനെ ആയിട്ടുണ്ടെന്ന് നമ്മൾ കാണിച്ചു തരാം. ഞങ്ങളുടെ കുഞ്ഞാണെങ്കിൽ ഒരു പടം വരച്ചേ. എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണേ. അമ്മയെക്കുട്ടി വരച്ചാണേ. സൺഫ്ലവറാ വരച്ചേ കുഞ്ഞ്. അമ്മയുടെ അടയൊന്ന് കണ്ടോ മുറിച്ച്. നല്ലൊരു അപ്പമാണ്. നല്ല മണവും രുചിയുണ്ട്. ഇത് തിന്നാൻ തോന്നുന്നുണ്ട്. അവലൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നമ്മൾ അല്ലാതെ നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ അവല് കഴിക്കണമെന്നില്ല. ഇങ്ങനെ നമ്മൾ അപ്പത്തിന്റെ അകത്ത് വെച്ച് കൊടുക്കുമ്പോൾ തേങ്ങാപ്പീര ഇരിക്കുന്ന പോലെ ഉള്ളൂ. രുചിയിലും വ്യത്യാസമൊന്നും പ്രത്യേകിച്ചില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അമ്മ ഒരു മുറി എടുത്ത് ഇച്ചിരി മുറിച്ച് തിന്നു. നല്ല സ്വാദാണ്, നല്ല രുചിയാണ്. എല്ലാവരും ഇതുപോലെ ചെയ്യണം. അതുപോലെ തന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞങ്ങളുടെ കുഞ്ഞിന്റെ പൂവ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് അവളെ സപ്പോർട്ട് ചെയ്യണേ. ബൈ.